ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ആം ആദ്മി പാർട്ടി 38 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ദില്ലി മുഖ്യമന്ത്രി അതിഷി കൽക്കാച്ചിയിൽ നിന്നും കേജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. സ്വാതിയുണ്ട് വിവരങ്ങളുമായി. സ്വാതി, 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ആം ആദ്മി. വിവരങ്ങൾ. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതോടെ പൂർത്തിയാകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം നാലാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ 38 സ്ഥാനാർത്ഥികളാണ് ആ പട്ടികയിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷൻ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദില്ലി മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ നിന്നും മത്സരിക്കുകയാണ്. കഴിഞ്ഞ പട്ടികയിലൊക്കെ തന്നെയും, അതായത് 1, 2, 3 പട്ടികയിലും ഏറ്റവും കൂടുതൽ ആളുകളെ, അതായത് ബിജെപിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എത്തിയിട്ടുള്ളവർക്ക് സീറ്റ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ അവസാന പട്ടിക വരുമ്പോൾ പോലും 20 സിറ്റിംഗ് MLA-മാർക്ക് ആം ആദ്മി പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആളുകളെ മത്സരത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ അവസാന പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ 11 പേരിൽ 6 പേരും ബിജെപിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും വന്ന നേതാക്കൾക്കാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 70 സീറ്റുകളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇപ്പോൾ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റാണ് ആം ആദ്മി പാർട്ടി നിലനിർത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിലെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ബിജെപിക്ക് ഒരു കടുത്ത വെല്ലുവിളി കൂടി ഇത്തവണ ഉയർത്തും എന്നുള്ളതും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ് സ്വാതി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ആം ആദ്മി പാർട്ടി. വിവരങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.